നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്, ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നവരാത്രിയെയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നവരാത്രി. 9 രാത്രികൾ പിന്നിട്ട് 10ാം ദിവസം ദശമി. എന്നാൽ ഇത്തവണ ഇങ്ങനെയല്ല, ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്തവണ 11ാമത്തെ ദിവസമാണ് ദശമി വരുന്നത്. അതാണ് ഈ വർഷത്തെ പ്രത്യേകത. ഈ വർഷം 2024 ഒക്ടോബർ 2 വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 12 വരെയാണ് നവരാത്രി ഉത്സവം. നിരവധി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു അപൂർവ പ്രതിഭാസം തന്നെയാണ് ഇതെന്നാണ് ജ്യോതിഷികളെല്ലാം പറയുന്നത്. തിഥി അഥവാ ചന്ദ്രന്റെ ഒരു ദിവസത്തിൽ വരുന്ന സമയത്തിന്റെ വ്യത്യാസമാണ് ഇത്തവണ നവരാത്രി ദിനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരാൻ കാരണമെന്നാണ് പറയുന്നു. സാധാരണഗതിയിൽ 240 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ ചന്ദ്രൻ ഇക്കുറി എടുക്കുന്നത് 248 മണിക്കൂർ 37 മിനിറ്റ് സമയമാണ്. ഇങ്ങനെ അധികമായി വേണ്ടിവന്ന 8 മണിക്കൂർ 37 മിനിറ്റ് സമയം കാരണമായാണ് വിജയദശമി 11ാമത്തെ ദിവസത്തിലേക്ക് നീളുന്നത്. സാധാരണ ഇങ്ങനെയൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായി നവരാത്രി ആയതുകൊണ്ട് തന്നെ 9 രാത്രികൾ കഴിഞ്ഞ് 10ാം ദിവസം ദശമി എന്നുള്ളതാണ് പറയുന്നത്. കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും എല്ലാം ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവമി. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ അല്ല നവരാത്രിയെക്കുറിച്ച് പറയുന്നത്. കേരളത്തിൽ സരസ്വതി പൂജ അഥവാ വിദ്യാരംഭം, തമിഴ്നാട്ടിൽ ഇത് കൊലുവയ്പ്പാണ്, കർണാടകയിൽ ഇത് ദസറയും, കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം, ഉത്തരഭാരതത്തിൽ രാമലീല, ബംഗാളിൽ ദുർഗാപൂജ, അസമിലെത്തുമ്പോൾ അത് കുമാരി പൂജ, സപ്തമാതൃപൂജ, ശ്രീവിദ്യോപാസകരാണെങ്കിൽ അവർക്ക് ശ്രീചക്ര പൂജ എന്നിങ്ങനെ വ്യത്യസ്ത ഭാവതലങ്ങളിലായാണ് നവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി ആഘോഷത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം തന്നെ ഇതുപോലെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ചിലരെല്ലാം നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം. നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും ഫലം എന്നാണ് വിശ്വാസം. ശാക്തീയ വിശ്വാസപ്രകാരം 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും, അവസാനത്തെ 3 നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജകൾ നടത്തുന്നത്. നവരാത്രിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട്, പുരാണ കഥകളുണ്ട്. ഈ കഥകളെല്ലാം പ്രധാനമായും 3 ദൈവത്തെയും ദേവിയെയും ചുറ്റിപ്പറ്റിയാണ്. ഇതിൽ പ്രധാനമായത് ദുർഗാദേവിയുടെയും മഹിഷാസുരന്റെയും കഥയാണ്. പരമശിവൻ മഹിഷാസുരൻ എന്ന അസുരന് വരം കൊടുക്കുന്നു. അങ്ങനെ വളരെയധികം കാലം തപസ്സു ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് മഹിഷാസുരൻ. ഇങ്ങനെ പ്രത്യക്ഷനായ ശിവനോട് മഹിഷാസുരൻ ആവശ്യപ്പെടുന്നത് ഒരു വല്ലാത്ത വരമാണ്. അതായത് ഒരിക്കലും മരിക്കരുത് എന്നുള്ള വരമാണ് മഹിഷാസുരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പക്ഷേ ഇത്തരമൊരു വരം നൽകാൻ ഒരു ദൈവങ്ങൾക്കും സാധിക്കില്ല. കാരണം ജനിച്ചാൽ മരണം നിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു വരം, ഒരിക്കലും മരണമില്ല എന്നൊരു വരം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ശിവനോട് മഹിഷാസുരൻ ആവശ്യപ്പെട്ടത് തന്നെ കൊല്ലാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ എന്ന വരം നൽകാനാണ്. അതായത് മഹിഷാസുരൻ തന്റെ ശക്തിയിൽ ഭയങ്കരമായ വിശ്വാസമായിരുന്നു. ഒരു സ്ത്രീക്കൊരിക്കലും മഹിഷാസുരനെ തോൽപ്പിക്കാനാവില്ല, അതുകൊണ്ട് മഹിഷാസുരൻ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ചാണ് ശിവനോട് മഹിഷാസുരൻ ചോദിക്കുന്നത് ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം. അങ്ങനെ ശിവൻ പക്ഷേ വരം കൊടുത്തു. കാരണം തപസ്സൊക്കെ അനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെട്ടു പോയില്ലേ, അപ്പൊ ഇനി വരം കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ വരം കൊടുത്തു. വരം കൊണ്ട് ശക്തനായപ്പോൾ ഇവനെ തടയാൻ ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ശിവനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ത്രിമൂർത്തികൾ പോലും വളരെ കഷ്ടത്തിലാവുന്ന ഒരവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം. മഹിഷാസുരന്റെ ക്രൂരതകൾ കൊണ്ട് ആകെ ലോകം മൊത്തം പൊറുതിമുട്ടി. ഇങ്ങനെ ആയപ്പോഴാണ് ആദിപരാശക്തി ശക്തി സ്വരൂപിണിയായ ദുർഗയായി അവതരിച്ച് മഹിഷാസുരനെ വധിക്കുന്നത്. കാരണം ഒരു സ്ത്രീക്ക് മാത്രമല്ലേ മഹിഷാസുരനെ വധിക്കാനുള്ള സാധിക്കുള്ളൂ.
അങ്ങനെ ദേവി മനുഷ്യനായി അല്ലെങ്കിൽ മഹിഷാസുരനെ വധിക്കാനായി ശക്തി സ്വരൂപിണിയായ ദുർഗയായി അവതരിക്കുകയാണ്. ഇങ്ങനെ അവതരിച്ച് മഹിഷാസുരനെ വധിച്ചു എന്നാണ് കഥ. ഇങ്ങനെ മഹിഷാസുരനെ വധിച്ചതാണ് ദശമി ദിവസത്തിലാണ്. അതുകൊണ്ടാണ് ഈ ദിവസം ദശമി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. വേറൊന്ന്, 9 ദിനങ്ങൾ ദേവിയെ പൂജിച്ചതിന് ശേഷം പൂർവാധികം ശക്തനായ ശ്രീരാമൻ രാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര വന്നാലും രാവണനെ തോൽപ്പിക്കാനാകുന്നില്ല. അങ്ങനെ ശ്രീരാമൻ ദേവിയെ പൂജിക്കുകയാണ്. 9 ദിവസം കഠിനമായ പൂജകൾ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദേവിയെ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങനെ ആണ് രാമൻ രാവണ നിഗ്രഹം ചെയ്തത് എന്ന് പറയുന്നു. ഇതും വിജയദശമി നാളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ ദുർഗാപൂജ ആഘോഷങ്ങൾക്കെല്ലാം കൂടിയുള്ള ഒരു അവസാന ദിവസമാണ് വിജയദശമി. 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, അത് കഴിഞ്ഞ 10ാമത്തെ ദിവസം അതിൻ്റെ സമാപനവും കൂടിയാണ് വിജയദശമി. വേറൊരു ഐതിഹ്യമുള്ളത്, ഹിമാലയത്തിലെ ദക്ഷരാജാവിൻ്റെ മകൾ ഉമ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ശിവനെ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ ശിവനെ വിവാഹം കഴിച്ച് ശിവന്റെ കൂടെ പോയി. അപ്പോൾ ദക്ഷരാജാവ് ഒരു യജ്ഞം നടത്തുകയാണ്. ഇങ്ങനെ യജ്ഞത്തിൽ ശിവനെയും ഉമയും മാത്രം വിളിച്ചില്ല. പക്ഷേ ഉമയ്ക്ക് അവിടെ എത്തിയേ പറ്റൂ. അങ്ങനെ ഉമ അവിടെ ചെല്ലുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദക്ഷൻ ശിവനെ അപമാനിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. ഇങ്ങനെ ഭർത്താവിനെ ശപിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവിനെ അപമാനിക്കുന്നത് സഹിക്കാൻ വയ്യാതെ ഉമ തീയിൽ ചാടി. അതുകൊണ്ടാണ് അവളെ സതി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സതി മരിച്ചുപോയി. പിന്നെ സതിയുടെ പുനർജന്മത്തിൽ സതി പാർവതിയായി വീണ്ടും ശിവനെ വിവാഹം കഴിച്ചു. ഇവർക്കും മാതാപിതാക്കൾക്കും ഇടയിൽ വീണ്ടും അങ്ങനെ ഒരു സമാധാനമെല്ലാം ഉണ്ടായി. എല്ലാ വർഷവും 9 രാത്രികൾ സതി മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ വരും. കാരണം മരിച്ചു പോയതിനു ശേഷം ശ്രീപാർവതിയായി വീണ്ടും ജന്മമെടുത്ത സതി 9 ദിവസം ദക്ഷന്റെ അടുത്ത് അല്ലെങ്കിൽ ദക്ഷ രാജ്യത്ത് താമസിക്കാനായി ചെല്ലും. ഇങ്ങനെ ചെല്ലുമെന്നും ഈ സമയമാണ് നവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നത് എന്നും പറയുന്നു. ഇങ്ങനെ വളരെ കഥകളുണ്ട്. ചിലതെല്ലാം വളരെ വിചിത്രമായി തോന്നാം, അല്ലെങ്കിൽ ഇതെല്ലാം ഐതിഹ്യമാണ്, കഥയിൽ ചോദ്യമില്ല. ഇനി കഥ എന്തു തന്നെയായാലും തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് എല്ലാ കഥകളുടെയും സാരാംശം. അസുരന്റെ കഥയാണെങ്കിലും മറ്റു കഥകളാണെങ്കിലും ദക്ഷന്റെ കഥയാണെങ്കിലും ശ്രീരാമന്റെയും രാവണന്റെയും കഥയാണെങ്കിലും ഇവിടെയെല്ലാം പറയുന്നത് നന്മയുടെ വിജയമാണ്. അപ്പോൾ നവമി എന്ന് പറയുന്നത് നമ്മൾക്ക് നൽകുന്നത് നന്മയുടെ വിജയമാണ്. നന്മയുടെ വിജയം നടക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഈ ആഘോഷത്തിലൂടെ നമ്മൾ നിറവേറ്റുന്നത്. കേരളത്തിൽ വാഗ്ദേവതയായ സരസ്വതിയെയാണ് പൂജിക്കുന്നത്. ആചാര്യന്മാർ ധാന്യത്തിൽ ഹരിശ്രീ കുറിപ്പിക്കുന്ന കുരുന്നുകൾ ഏറ്റുവാങ്ങുന്നത് വാഗ്ദേവതയുടെ വരദാനമാണ് എന്നാണ് വിശ്വാസം. ചരിത്രഭൂമി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങൾ ഇനിയും കൂടുതൽ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.